ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ട്രാവൽ ഡ്രീംസ് ഓഫ് മാനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നേരെ കൊല്ലത്ത് നിന്ന് നമ്മളെ കോട്ടയത്തേക്ക് പോവുകയാണ് കേട്ടോ. കോട്ടയത്ത് കടുതുരുത്തിയിലുള്ള മാംഗോ മെഡോസ് എന്ന ഒരു അഗ്രികൾച്ചറൽ ഫാമുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം, കാഴ്ചകളൊക്കെ കാണാം. ആരുടെ ബുദ്ധിയായത്? ചില ബുദ്ധികൾ വർക്കൗട്ട് ആവും. ധാരാളം താറാവും അതായത് നമ്മള് കുട്ടനാടൊക്കെ പോകുന്ന ചങ്ങനാശ്ശേരി ഉള്ളിൽ ചെല്ലുമ്പോഴാണ് ഏറ്റവും കൂടുതൽ താറാവും താറാവ് ഇറച്ചിയും താറാവ് മുട്ടയും ഒക്കെ കിട്ടുന്നത്. അപ്പൊ അതേപോലത്തെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല. ശേഷം സ്ക്രീനിലല്ലേ നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് എന്താന്ന് വെച്ചാൽ കാണാം. ഇവിടെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരാൻ പാടൊന്നുമില്ല. അവിടെ പോകുന്ന ആൾക്കാരായിരിക്കും. ഇന്ന് ഹോളിഡേ ദിവസം ആയതുകൊണ്ട് തിരക്കൊക്കെ കൂടുതലായിരിക്കും. അപ്പം ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരു 10 പേരോ 15 പേരോ ഒക്കെ ഒരു ബസ്സൊക്കെ വരുവാണെങ്കിൽ അവിടെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ട് വരുന്നതാണ് നല്ലത്. ഞാൻ വരുന്നതിന് മുമ്പ് ഇന്നലെ വിളിച്ച് വെച്ചായിരുന്നു. അപ്പോൾ അവർ ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ സാറേ ബുക്ക് ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ നമ്മളൊരു 4-5 പേരേ ഉള്ളൂ. അപ്പം കുഴപ്പമില്ല, നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞ് രാവിലെ 10 മണി തൊട്ട് അങ്ങനെ അതാണ്ട് മാംഗോ മെഡോസിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം അകത്തോട്ട് പോവാം. ഇതാണ് എൻട്രൻസ് മാംഗോ മെഡോസിൻ്റെ. അപ്പം നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഇല്ല, ഡേ ഔട്ട് അങ്ങേറ്റം. അപ്പൊ സെക്യൂരിറ്റി ചോദിച്ചതാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളതാണെന്ന്. വേണ്ട, ഇതാണ് മാംഗോ മെഡോസിന്റെ എൻട്രൻസ്. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ഇന്ന് ഹോളിഡേ ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പം ഇവിടുത്തെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ബാക്കി നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി സംഭവങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ കയറി വരുമ്പം തന്നെ ഒരു ആലിലയുടെ ഇതൊക്കെ വെച്ചിട്ടേ മാംഗോ മെഡോസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് അകത്തോട്ട് കയറുവാണ് കേട്ടോ. അപ്പം ടിക്കറ്റൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റ് ഒരാൾക്ക് 400 രൂപയാണ് കേട്ടോ. ഹോളിഡേ ദിവസം 400ഉം അല്ലാതെ നോർമൽ ഡേയിൽ 350 ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പ്രിയ സന്ദർശകർ അറിയാമെന്നും പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാംഗോ മെഡോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോ മെഡോസ് ലോകത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ തീം പാർക്കാണ്. ഇതൊരു വാട്ടർ തീം പാർക്കൊന്നും അല്ല. അങ്ങനെയാണ്, അതിനെക്കുറിച്ചാണ് അവിടെ ഇതിൻ്റെ സംവിധായകനാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ കുറച്ച് നേരം ഒരു ക്ലാസ് പോലെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എന്നിട്ട് നമ്മുടെ കൂടെ ഒരു ഗൈഡിനെയൊക്കെ വിടും. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടാണെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ കൂടെ നമുക്ക് പോയി, ഗ്രൂപ്പായിട്ട് ഉള്ള ആണെങ്കിലും അല്ലാതെ വരുവാണെങ്കിലും അവർ ഒരു ഗ്രൂപ്പായിട്ട് ഇരുത്തിയായിരിക്കും ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു മിനിയേച്ചർ ബസ്സൊക്കെ ഉണ്ട്. ഇലക്ട്രിക് ബസ്സാണ്. ഇതിൻ്റെ അകം ചുറ്റി കാണാനായിട്ട് ഉള്ളൊരു ബസ്സാണ്. അപ്പോൾ അതിന് പ്രത്യേക പേയ്മെൻറ്റൊക്കെ ഉണ്ട്. കുറേ റിക്ഷകളും ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ കുറേ ഉണ്ട്. അതിനകത്തൊക്കെ ചുറ്റി കിടന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ഇത് കുട്ടികൾക്കായിട്ടുള്ള പ്ലേ ഏരിയയാണ്. 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയയാണ് ഇവിടെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. അവിടെ നമ്മുടെ മായാവിയിലെ കഥാപാത്രങ്ങൾ, കുട്ടൂസൻ, ഡാഗിനി, അങ്ങനത്തെ കുറേ കഥാപാത്രങ്ങളെയൊക്കെ അവിടെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയ ദിവസം ഹോളിഡേ ദിവസം ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല തണലാണ്. ഈ 2 സൈഡിലും ഒരുപാട് വൃക്ഷങ്ങൾ, പല വൃക്ഷങ്ങൾ നട്ടുവെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അവിടെ എല്ലാം എഴുതിയും വെച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലാത്ത വരെയുള്ള കുറേ വൃക്ഷങ്ങളും പിന്നെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നടക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാടുണ്ട്, നടന്ന് കാണാം. അപ്പോൾ ഈ കാലിനോ ഒക്കെ നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഈ ഇലക്ട്രിക് വെഹിക്കിളുകൾ ഒക്കെ ഉള്ളത്. പിന്നെ ഇവിടെ പണ്ട് നമ്മുടെ വയലിലൊക്കെ ഈ ഒരു തോട്ടിൽ നിന്ന് വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യാനായിട്ടുള്ള പമ്പ് സെറ്റുകളൊന്നുമില്ല. അപ്പോൾ ഈ ചക്രം വഴി ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ പാടത്തേക്ക് വെള്ളം
ഒഴുക്കുന്ന ആ ഒരു ഇതും നെൽകൃഷിയൊക്കെ ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഒരു മിനിയേച്ചർ സംഭവം പോലെ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് മാംഗോ മെഡോസിലെ ചായക്കട. ഇത് നല്ല പഴയ സ്റ്റൈലിലുള്ള ഒരു ചായക്കടയൊക്കെയാണ് കേട്ടോ. അപ്പോൾ 2 അപ്പൂപ്പന്മാരൊക്കെ നിന്ന് 2 ചേട്ടന്മാരെ നിന്ന് ചായയൊക്കെ ഒഴിക്കുന്നുണ്ട്. അവിടെ ചായക്കടയിൽ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചായ നല്ല ടേസ്റ്റാണ് അവിടുത്തെ ചായയും ഗുണ്ടും മോദകവും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്കൊരു പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ പഴയ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. നല്ല രസമാണ്. ആ ഒരു പഴയ ഫീലിങ്ങിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി പിന്നെ വീണ്ടും നടക്കുവാണ്. അപ്പോൾ നടക്കുമ്പോഴും 2 സൈഡിലും കുറേ കാഴ്ചകളാണ് കേട്ടോ ഉള്ളത്. എല്ലാത്തിനെ പറ്റിയും ഇവിടെയുള്ള മരത്തിനെ പറ്റിയും ഈ എല്ലാ വൃക്ഷങ്ങളെ പറ്റിയും എല്ലാം ഇവിടെ ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ മൊത്തം ഇവിടെ ഞാൻ പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കി നമുക്ക് മുമ്പോട്ട് പോയി കാഴ്ചകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. ബോട്ടിങ്ങും സ്വിമ്മിങ് പൂളും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഈ ഇലകൾ പൂക്കളൊന്നും പറിക്കരുതെന്നും എല്ലാം ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ അടുത്ത നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് മീനൂട്ട് പാലം. അപ്പം മീനൂട്ട് പാലത്തിൽ കയറാം നമുക്ക്. അപ്പം നമ്മൾ മാംഗോ മെഡോസിലെ മീനൂട്ട് പാലം ആണ് കേട്ടോ. ഇത് ഒരു മാൻമെയ്ഡ് പോണ്ട് ഉണ്ടാക്കിയേക്കുവാണ്. ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഇതൊക്കെ ഓരോ കോട്ടേജുകളാണ്. പിന്നെ ഇതിനകത്ത് ബോട്ടിംഗ് ഉണ്ട്. പെഡൽ ബോട്ട് നമുക്ക് ചവിട്ടി 4 പേർക്കൊക്കെ ഇരുന്ന് പോകാവുന്നതും 5 വലുതും ചെറുതുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് മീനൂട്ട് പാലം, ഫിഷ് ഫീഡിങ്. അപ്പോൾ ഇതിനായിട്ടാണ് നമ്മൾ ഈ പാലത്തെ കൂടെ കയറിയാണ് ഇങ്ങോട്ട് വരുന്നത്. സൈഡിൽ കൊണ്ട് അവിടെ ഒരു കോഫി ഷോപ്പ്, അങ്ങനെയുള്ള സ്നാക്സൊക്കെ കഴിക്കാം. പിന്നെ ഇതാണ് കോട്ടേജുകൾ ഇവിടെ ഉള്ളത്. വേണ്ട ആ സൈഡിലെല്ലാം കാണുന്നത് സ്റ്റേ ചെയ്യാനുള്ള കോട്ടേജുകളാണ്. ഇതാണ് മീനൂട്ട് പാലത്തെ. ഇവിടെ മൊത്തം ഫുള്ളും മീനുകളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം നമ്മുടെ ഈ കുളത്തിൽ 64 വെറൈറ്റി കാർപ്പുകളും പിന്നെ നാടൻ മീനുകളും എല്ലാ മീനും, സിലോപ്പിയ അങ്ങനത്തെ കുറേ മീനുകൾ, ഒരുപാട് മീനുണ്ട് കേട്ടോ. കാർപ്പ്, വളർത്തു മീനും നമ്മൾ കഴിക്കുന്ന മീനുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. പിന്നെ നമ്മുടെ ഇതിനകത്ത് ബോട്ടിങ്ങിൻ്റെ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ബോട്ടിങ് ഉണ്ടെന്ന്. അപ്പം ബോട്ടിങ്ങും ഉണ്ട്. ഇതിനകത്തൊരു വള്ളം കിടപ്പുണ്ട്. അപ്പോൾ ഈ വള്ളത്തിനകത്ത് നമുക്ക് ഈ വള്ളം തുഴയിലും ഇതുമൊക്കെ ഈ ബോട്ടിങ്ങും ഒക്കെ ഇതിനകത്തുള്ള ബോട്ടിങ്ങും ഒക്കെ നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ വെളിയിലൊരു പിന്നെ വള്ളത്തിൽ പോകുന്നതുണ്ട്, ഒരു ഷിക്കാര ബോട്ടിങ്. അതിന് പക്ഷേ ഒരാൾക്ക് 100 രൂപ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് അടുത്ത വള്ളം തുഴയലെന്നും പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിനുള്ള ഒരു കടവുണ്ട്. ഇതാണ് വള്ളം തുഴയലിനുള്ള കടവ്. അപ്പോൾ ഈ കുളത്തിൽ തന്നെയാണ് കേട്ടോ ഇതെല്ലാം ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ അതാണ്ട് ഈ ചേട്ടൻ ഒരു വള്ളമായിട്ട് വരുന്നില്ല. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വള്ളം തുഴയാം, അതിനകത്ത് ഒക്കെ ചെയ്യാം. വള്ളം തുഴയലിൻ്റെ ഇത് നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിനി കുളക്കടവാണ് കേട്ടോ. ഇവിടെയും മീനൂട്ടിൻ്റെ സംഭവമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെയുണ്ട് ഫിഷ് ഫീഡിങ് ഉണ്ട്. ഇവിടെ അതിൻ്റെ ഫുഡെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഈ കുളത്തിലും. ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ചെയ്ത് കൊള്ളാം കേട്ടോ. ഫുള്ള് നമ്മുടെ മൈൻഡ് റീഫ്രഷ് ആവും. ആ ഒരു സെറ്റപ്പാണ്. വേണ്ട ഓരോ കോട്ടേജുകളോ. മാംഗോ കോട്ടേജ്. ഇതാണ് നമ്മുടെ ആ മീനൂട്ട് പാലത്തിൽ നിന്ന് കാണുന്ന കോട്ടേജുകൾ കേട്ടോ. പൂവിനൊരു മഞ്ഞ കളറാണ്. അതേ അവിടെ പൂ ഉണ്ടായിട്ടുണ്ട്. ഇതിന് പൂ സ്മെല്ല് സ്പ്രെഡ് ആവുന്ന ഒരു 4 മണി സമയം കഴിയുമ്പോഴാണ് കേട്ടോ. നല്ല സ്മെല്ലായിരിക്കും. പണ്ട് കാലത്ത് നമ്മൾ തുണി തേച്ചിട്ട് പെട്ടിക്കാത്ത വെച്ചാൽ അടച്ചു വെക്കണം. അപ്പം ഇതിനൊരു പൂ വെച്ച് അടച്ചു വെക്കണം ഒരാഴ്ചയോളം. അപ്പോൾ ഓരോ ഗ്രൂപ്പിൻ്റെ കൂടെ ഓരോ ഗൈഡുണ്ട്. ഗൈഡ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇത് കണക്കത്തെ സ്നാക്സൊക്കെ
സ്നാക്സ് ബാറും കൂൾ ബാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വന്നേക്കണം. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. ഇതാണ് നമ്മുടെ പൂള്. ഇത് ഇവിടെ ഗസ്റ്റിനായിട്ടുള്ള പൂളാണ് കേട്ടോ. ഗസ്റ്റിൻ്റെ പൂളാണ് ആ കാണുന്നത്. റൂം ഗസ്റ്റിനുള്ള പൂളാണ്. പക്ഷി നിരീക്ഷണ കേന്ദ്രമാണ് കേട്ടോ. ഇതിൽ കയറിയിരുന്നാൽ ഇവിടെ ചൂണ്ടയൊക്കെ ഇടാം കേട്ടോ. എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് കാണുന്നത് നെൽപ്പാടങ്ങളും ഒക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി, നല്ല ഭംഗിയാണ്. ഇപ്പോൾ എവിടെ നോക്കിയാലും പച്ചപ്പ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നപ്പോഴത്തേനും ഭയങ്കര ഒരു ആലിൻ്റെ മൂട്ടിൽ ഒരു ചേട്ടൻ അവിടെ നിന്ന് ഫ്ലൂട്ട് വായിക്കുന്നുണ്ട്. അപ്പം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ട്രാക്ക് ഇട്ടിട്ടാണ് കേട്ടോ വായിക്കുന്നത്. അപ്പം നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്ത് കളഞ്ഞ്. എന്ത് ഭംഗിയാണെന്നറിയാമോ എന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് ഇവിടെ, നല്ല തണുപ്പും. ഇതിൻ്റെ ഈ കോമ്പൗണ്ടിൻ്റെ ബാക്ക് സൈഡിൽ പാടമാണ് കേട്ടോ. ഈ പാടവും തെങ്ങും കാണാൻ നല്ലൊരു രസമാണ്. ഇതിൻ്റെ ഒരു ചുറ്റുപാടും അവിടേക്ക് ഇരിക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവർക്ക് തന്നെ ഇവിടെ തന്നെ കുറേ കൃഷികളുണ്ട്, പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ആയിട്ട് കുറച്ച് ഇതിൽ കറ്റാർ വാഴയൊക്കെ നട്ടു വെച്ചേക്കുന്നത്, കറ്റാർ വാഴയും പിന്നെ കുറേ കൃഷികളുണ്ട്. ഇത് ഇവരുടെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. കറ്റാർ വാഴ ഓരോന്നിനെ കുറിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഈ സൈഡിലായിട്ട് കപ്പയും അങ്ങനത്തെ കുറേ വെജിറ്റബിൾസും എല്ലാം ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഈ വെജിറ്റബിൾസൊക്കെ ഇവരെ ഫ്രണ്ടിൽ വിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ഐറ്റംസും ഇവിടെ വിൽക്കുന്നുണ്ട്. അത് ഞാൻ പിന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് കാണിച്ചു തരാം. ഞാനവിടെ ഇവിടെ നല്ല കോളിഫ്ലവർ അങ്ങനത്തെ കുറേ പച്ചക്കറി നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ വഴുതണയും പോലത്തെ അതിൻ്റെ പേരെന്തോന്ന് എനിക്ക് അറിയത്തില്ല. വഴുതണ പോലത്തെ ഒരു ഇനമാണെന്ന് തോന്നുന്നു. വഴുതണയുടെ വേറൊരു ഇനമാണ്. അപ്പോൾ അതൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഈ സൈഡിലായിട്ട് കുറേ ഫ്രൂട്ട്സും ഇവിടെ മാവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ പിടിച്ച മാങ്ങയൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ. നെൽപ്പാടം എന്ത് ഭംഗിയാണെന്നറിയാം. അടിപൊളി കേട്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലം. ഇവിടെ വന്നിരുന്ന് കാറ്റ് കൊണ്ട് സംസാരിക്കാനൊക്കെ പറ്റിയ സ്ഥലം. അപ്പം മാംഗോ മെഡോസിൽ വന്നത് ആക്ച്വലി വെറുതെ ആയില്ല കേട്ടോ. നല്ല രസമുണ്ട്. കലപ്പേന്തിയ കർഷകൻ. ഇനി നമ്മൾ പോകുന്നത് അങ്ങോട്ട് പോകുന്ന നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഫ്രണ്ടിൽ പോയി കേട്ടോ. അപ്പം ഇവിടെ കൊട്ടവഞ്ചി സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ലേക്കിൽ കൊട്ടവഞ്ചി സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ കയറാം നമുക്ക്. അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഫുൾ എവിടെ നോക്കിയാലും മരങ്ങളും. അടിപൊളിയാട്ടോ സംഭവം. അടിപൊളിയായിട്ട് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര വർഷത്തെ സംഭവമായിരിക്കും അല്ലേ ചെയ്ത് ഇങ്ങനെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ. നമ്മുടെ പുളിഞ്ചി മരമാണ് കേട്ടോ. ഇവിടെ മൊത്തം ഫുള്ള് ഇവരുടെ കൃഷി ചെയ്തേക്കുന്ന സ്ഥലങ്ങളാണ്. ഓരോ കൃഷികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുക്കളത്തോട്ടം എന്നൊക്കെ പറയുന്നത്. അടുത്തത് ഇത് പോട്ട് മേക്കിംഗ് ആണ്. അപ്പം മൺകാലവും ചട്ടിയും ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അതുണ്ടാക്കുന്നതിന് നമ്മൾ ചാർജ് കൊടുക്കണം. 100 രൂപയാണ് നമുക്ക് എൻ്റെ നിന്ന് ഉണ്ടാക്കാം. ആ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ നമുക്ക് വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യാം. പിന്നെ കയറ് വിരിക്കുന്ന മെഷീനും കയറ് വിരിക്കുന്ന സംഭവങ്ങളുമൊക്കെയാണ് ഈ സൈഡിൽ ചെയ്തു വച്ചേക്കുന്നത്. ഇവിടെ ഒരു ശില്പം പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ ശില്പമാണ് കേട്ടോ ഇത്.
ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ ശില്പം. ഈ കാണുന്നത് ഇതിനകത്തുള്ള ഒരു ATM ആണ്. ഈ ATMൻ്റെ ഇത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിൽ ആദ്യത്തെ തീം ATM ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മായാവിയുടെ ആ ഒരു തീമാണ്. കുട്ടൂസനും ഡാഗിനിയാണ് ഉണ്ടാക്കി അപ്പുറം ഇപ്പുറം വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഇതിൻ്റെ സംഭാഷണങ്ങളും ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. പിന്നെ കുറച്ച് കോഴിയും താറാവും അങ്ങനത്തെ കുറേ പക്ഷികളും പിന്നെ നമ്മുടെ പശുവും അങ്ങനത്തെ ഈ കോഴിയും താറാവൊക്കെ ഇടുന്ന മുട്ടയെല്ലാം ഇവിടുത്തെ സ്റ്റോളിൽ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇനി പിന്നെ കുറേ പശുവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പശു, ആട് അങ്ങനത്തെയൊക്കെ. ഇത് ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, പശുവിനെ പിഴിയുന്നതായിട്ടുള്ള. അതാണ് ഇവിടുത്തെ തൊഴുത്തിൽ പശുവൊക്കെ ഉണ്ട് കേട്ടോ. പശുവൊക്കെ ഉണ്ട്. നമ്മുടെ ആദ്യം കണ്ട ചായക്കടയിലെ ആ ചായക്കടയിൽ ഉപയോഗിക്കുന്ന പാല് ഈ പശുവിൻ്റെ പാലാണ് കേട്ടോ. പിന്നെ സൈക്കിൾ റൈഡുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചുറ്റി നടന്ന് കാണാനായിട്ടുള്ള സൈക്കിള് എല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സൈക്കിളും ഒക്കെ എടുത്ത് ഒരു എക്സസൈസും ആവും, അത് ചുറ്റി കറങ്ങി കാണുകയും ചെയ്യാം. അപ്പം അത് നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡാണ് കേട്ടോ. അതിനകത്ത് ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ട്, 2 എണ്ണം ഉണ്ട്. ഒരു വാട്ടക്കായി ആണ്. അപ്പം മാംഗോ മെഡോസിലെ ഏലക്കാടും പിന്നെ എന്തോ ഒരു വാച്ച് ടവറും ഉണ്ട് കേട്ടോ. സൈഡിൽ മൊത്തം ഏലക്കാടൊക്കെ നട്ട് വെച്ചേക്കണം, ഏലവും തേയിലയൊക്കെ. അപ്പം അത് കാണാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അത് പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഏലക്കാട് കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. ഏലക്കാടും വാച്ച് ടവറും ഒക്കെ. അപ്പം ആ വാച്ച് ടവറിൻ്റെ മേളിൽ കയറാൻ പറ്റും കേട്ടോ. ആൾക്കാരൊക്കെ കയറി അവിടെ ഇരിപ്പുണ്ട്. കണ്ട ഏലക്കാടുകൾ. ഇതാണ് നമ്മുടെ വാച്ച് ടവർ. മേളിലോട്ട് കയറുവാണേ. ഈ സ്റ്റെപ്പ് വഴി കയറാം. മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും. ഈ തേയില തോട്ടം വേണ്ട, മേളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ ആണ്. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേളിലോട്ട് കയറാം. അയ്യോ. അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറിയെന്ന് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കേട്ടോ. കുറച്ച് നേരം നമ്മളിവിടെ വിശ്രമിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങി ബാക്കി സ്ഥലങ്ങളൊക്കെ കാണണ്ടേ, സമയമില്ല, വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തണ്ടേ. അപ്പോൾ നമുക്ക് താഴോട്ട് പോകാം. മീനെല്ലാം ഇറങ്ങി നോക്കാം. ഒരുപാട് മീൻ മേളി വന്നു. മുരളി പോലത്തെ സാധനമൊക്കെ ഓടുന്നു കേട്ടോ, കുമ്പൊക്കെ വെച്ച്. കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തേ. മീന് തീറ്റ ഇട്ട് കൊടുക്കാം. ഇട്ടോ മനു വ്ലോഗിനകത്ത് അഭിനയിച്ച വല്ലതും കിട്ടും. അഭിനയിച്ചാ കിട്ടുമോ? എന്താ കിട്ടുമെന്നാ? ആണ്ട ഇവർക്ക് ബ്ലോഗിൽ അഭിനയിച്ച വല്ലതും കിട്ടുമോന്ന്. ആണ്ട ഇവർക്ക് അഭിനയ സിംഹങ്ങൾ. നമ്മൾ മീൻ ഫുഡ് കൊടുക്കാൻ പോവാണ്. ഇവിടെ ഇങ്ങനെ ഇതിന് മീൻ കൂട്ടുന്നതിനെ കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫിഷ് ഫീഡിങ്. അപ്പോൾ ഇവിടെ ഫിഷ് ഫീഡ് ചെയ്യാനുള്ള ഇതൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തറയിലൊന്നും ഇടരുത്. അപ്പോൾ നമുക്ക് മീൻ തീറ്റ കൊടുക്കാം. കുറേ മീനുണ്ട് കേട്ടോ ഇതിനകത്ത്. ഓണുണ്ടോ? നോക്കണ്ടോ? അപ്പോൾ നമ്മൾ മീൻ തീറ്റ കൊടുക്കാൻ പോവാണ് കേട്ടോ. കണ്ടേ, കണ്ടോ ഭയങ്കര വലിയ മീനാട്ടാ. കണ്ടോ ഭയങ്കര മീനല്ലേ. അപ്പോൾ നമ്മൾ മീന് തീറ്റയൊക്കെ കൊടുത്ത് ഇനി നമുക്ക് അടുത്ത ഇവിടെ കാവും സംഭവങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അപ്പം മാംഗോ മെഡോസിൽ വന്നിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. നാണ്ടത് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഈ കാവും ആ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടോ. അപ്പം ഇത് കണക്കത്തെ കുറേ പല പല കാഴ്ചകളുണ്ട്. നമുക്ക് കാഴ്ചകൾ ഇതാണ് സർപ്പക്കാവ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ വിളക്ക് കത്തിച്ച്, അതുകൊണ്ട് അവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇവിടെ ഇരുന്ന് രാമായണവും മഹാഭാരതവും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ അവിടെ ഇരുന്ന് അത് വായിക്കാനൊക്കെ പറ്റും. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ രാമായണവും മഹാഭാരതവും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇത് വിളക്ക് കത്തിച്ചേക്കുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സർപ്പക്കാവിൻ്റെ രീതിയിൽ ചെയ്തു വെച്ചേക്കുന്നതാണ്. ഇവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ കുളവും ഒക്കെ ഉണ്ട്. ഒരു നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സംഭവത്തിലാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നോക്കുമ്പം പിന്നെ കുളവും കാടും കാവും എല്ലാം ആയിട്ടുള്ള ഒരു അന്തരീക്ഷം. അത് അടിപൊളിയാണ് കേട്ടോ. സംഭവം സെറ്റാണ്. നമ്മൾ മാംഗോ മെഡോസിൽ നിന്ന് ഷിക്കാര ബോട്ട് സവാരിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഷിക്കാര ബോട്ടിൻ്റെ തുഞ്ചത്ത് പറയുന്നത് തുഞ്ചത്ത് നിൽക്കുവാണ്. അപ്പം കൂടെ ഉള്ളത് സജീവ് സാറുണ്ട്. ബാക്കിയുള്ള 2 പേര് അകത്തിരിപ്പുണ്ട്. അപ്പം ഇവിടുത്തെ ബോട്ടിങ്ങിൻ്റെ കാഴ്ചകളും ഈ സൈഡിൽ ഈ തോട് വഴിയാണ് ഈ ഷിക്കാര ബോട്ട് പോകുന്നത്. ഇത് തോടാണ് കേട്ടോ. അപ്പോൾ ഈ തോട് വഴി പോയിട്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പാടങ്ങളാണ് കേട്ടോ. അവിടെ നെൽകൃഷിയൊക്കെയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ മാംഗോ മെഡോസിൻ്റെ ഇത്. അവിടെ നിന്നാണ് നമ്മൾ ഇതിനകത്ത് കയറിയത് ബോട്ടിൽ. ഓക്കെ, കണ്ടോ, ഇതാണ് പാടങ്ങൾ. ഇപ്പുറത്തെ സൈഡിൽ പാടവും ഇപ്പുറത്തെ സൈഡിൽ ഈ തോടും. ഇതാണ് ഇവിടെ നിന്നാണോ നമ്മൾ കയറി? ഇവിടെ നിന്നാണ് നമ്മൾ ഈ ബോട്ടിങ്ങിന് ഇതിനകത്ത് കയറിയതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ആൾക്കാർ ഇന്ന് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്നല്ലേ കയറിയേ? അല്ല, മീൻ പിടിക്കാൻ. ഇതാണ് നമ്മൾ നേരത്തെ അവിടെ നിന്ന് പറഞ്ഞ ആ ഒരു ട്രീ ഹട്ട് ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ നെൽ പാടങ്ങളും ഒക്കെ കണ്ട് നമ്മുടെ ദൃശ്യഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ നല്ല അറ്റ്മോസ്ഫിയർ കേട്ടോ. പാടവും നെല്ലും കുളവും കാവും സൂപ്പറാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നമ്മൾ ഈ ഭാഗത്താണ് നേരത്തെ വന്ന കൃഷി. ഞാൻ നേരത്തെ നിങ്ങൾ ആദ്യമേ കാണിച്ചിരുന്നില്ല ആ പാടമൊക്കെ. ആ പാടമാണ് അത്. അവിടെ നിന്നാണ് ഞാൻ ആ വീഡിയോ എടുത്ത് കാണിച്ചു തന്നത്. അപ്പോൾ ആ പാടം അപ്പം കണ്ടോ, എന്ത് രസമല്ലേ കാണാൻ. അടിപൊളിയല്ലേ. ഫുള്ള് തെങ്ങും കണ്ടോ, തെങ്ങിൻ തോപ്പുകളും. അതുകൊണ്ട് അവിടെ ഒരു ഷിക്കാര ബോട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കാണുന്നത്. നല്ല വെയിലുണ്ട് കേട്ടോ. ഏതാണ്ട് സമയം 12:45 പോകുന്നു. അല്ല, അവിടെ വരെയാണ് കേട്ടോ പോകുന്നത്. അവിടെ വരെ പോയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരും. ഞാൻ പറഞ്ഞില്ലേ, അടുത്ത ഷിക്കാര ബോട്ടാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ അവിടെ ആൾക്കാർക്ക് ഇവിടെ ഇപ്പോൾ ഇറങ്ങി നിന്ന് ഈ സൈഡിലൊക്കെ വരമ്പത്തൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോ അടിക്കുകയൊക്കെ ചെയ്യാം. അപ്പം വിശ്രമിക്കുകയൊക്കെ ചെയ്യാവുന്ന രീതിയിൽ ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്, ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. ബോട്ടിങ് ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ ബോട്ടിങ്ങിന്. അപ്പോൾ ഇത് നമ്മുടെ ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡ് അല്ല, അതിന് അല്ലാതെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ എടുക്കണം. അപ്പം അങ്ങനെ നമ്മുടെ ബോട്ട് നിർത്തി ഞാൻ പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ എടുക്കാമെന്നൊക്കെ. അപ്പോൾ ഈ ബോട്ടിലാണ് നമ്മൾ വന്നത് കേട്ടോ. ഈ ഷിക്കാര ബോട്ടിലാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് കുറേ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ വേണ്ട പാടം, ഇപ്പുറത്തെ സൈഡിൽ വെള്ളം. കറക്റ്റ് നമ്മൾ കുട്ടനാട് ആ ഒരു സെറ്റപ്പ് കേട്ടോ. അതുകൊണ്ട് തേങ്ങയൊക്കെ നിൽക്കുന്നുണ്ടോ, തെങ്ങ്, ചെറിയ തെങ്ങിനകത്തൊക്കെ തേങ്ങയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ്. അതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അടിപൊളി സംഭവമാണ്. അപ്പം ബാക്കിയുള്ളവരൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പം മറ്റേ ഞാൻ പറഞ്ഞില്ലേ വേറൊരു ബോട്ട്, ഷിക്കാര ബോട്ട്, അതുകൊണ്ട് അവിടുന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. ഇനി നേരെ നമ്മൾ വള്ളത്തിലോട്ട് കയറിയിട്ട് നമ്മുടെ ഷിക്കാര ബോട്ടിലോട്ട് കയറിയിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ കയറിയെടുത്ത് തന്നെ പോകാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ചിക്കാര ബോട്ട് തിരിച്ച് നമ്മുടെ നേരെ നമ്മൾ കയറിയെടുത്ത് തന്നെ ഇറങ്ങാൻ പോവുകയാണ്. ആക്ച്വലി ഇപ്പം നമ്മുടെ ഫുഡ് കഴിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കേണ്ട ടൈം കഴിഞ്ഞ ആക്ച്വലി. അപ്പം പോയി ഫുഡൊക്കെ കഴിക്കാൻ. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. അപ്പോൾ അവർ തരുന്ന ഒരു സമയത്ത് തരണം, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചെന്ന് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ വെജ് മീൽസാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു 120 ആണെന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു എക്സ്ട്രാ ഒരു മീൻ വറുത്തതും മേടിച്ചു. അപ്പം കുഴപ്പമില്ലാത്ത ഊണാണ്. അപ്പോൾ ഊണൊക്കെ കഴിച്ചു. ഇനി ഈ ഊണ് നമ്മുടെ ടിക്കറ്റിലുള്ളതല്ല, എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഊണൊക്കെ കഴിച്ചിട്ട് കാണാം ഇനി. അപ്പോൾ നമ്മുടെ ഫുഡെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം ഇനി സ്വിമ്മിംഗ് പൂളും കൂടെ ഉള്ളൂ. സ്വിമ്മിംഗ് പൂള് നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡാണ്. അപ്പോൾ അതിൽ 1 മണിക്കൂർ ഫ്രീ ആണ് കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞാൽ റേറ്റാവും. അരമണിക്കൂർ വീതം 50 രൂപയോ അങ്ങോട്ട് വെച്ചിട്ടാവും. അപ്പോൾ 1 മണിക്കൂർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പിന്നെ പോളിസ്റ്റർ ഡ്രസ്സ് ധരിക്കണം എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡ്രസ്സൊക്കെ മേടിക്കാൻ കിട്ടും. ടീഷർട്ടിന് 150 രൂപ, പിന്നെ ബെർമുടയ്ക്ക് 150 രൂപ, അത്ര എങ്ങാണ്ടൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ വന്ന ആൾ പിന്നെ മേടിച്ചു. അപ്പോൾ ഡ്രസ്സൊക്കെ മേടിച്ച് കുറേ നേരം സ്വിമ്മിംഗ് പൂളിൽ കുത്തി മറിഞ്ഞതിന് ശേഷം നമ്മൾ കയറി. അപ്പോൾ ഇവിടുത്തെ വെള്ളം ക്ലോറിൻ്റെ ഭയങ്കര സ്മെല്ലായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അപ്പം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാനിങ്ങനെ കയറി. അപ്പോൾ കുട്ടികൾക്ക് ഇറങ്ങാനായിട്ടുള്ള പ്രത്യേകം ചെറിയൊരു സംഭവം അവിടെ അല്ലാതെ ബലൂൺ പോലത്തെ ആ ഒരു സംഭവമുണ്ട്. ഇതിനകത്ത് വലിയ ആൾക്കാർ ഇറങ്ങുന്ന സ്വിമ്മിംഗ് പൂളാണ്. അപ്പം കുറച്ച് നേരം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറുവാണ് കേട്ടോ. എന്നിട്ട് നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നിന്നൊക്കെ കയറിയപ്പോഴത്തേന് എൻ്റെ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ട്രെയിനകത്ത് കയറി കഴിഞ്ഞാലും ഈ സ്ഥലങ്ങളൊക്കെ ചുറ്റി കിടന്ന് കാണാം. അപ്പോൾ ഇതിനകത്ത് കയറുന്നതിന് എക്സ്ട്രാ ചാർജുണ്ട്. എനിക്ക് 50 ആണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങാനായിട്ടുള്ള പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഏകദേശം നമ്മൾ ഇതിനകത്ത് മൊത്തം ചുറ്റി നടന്ന് കണ്ട് കേട്ടോ. അപ്പം നമ്മൾ അകത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങുവാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉണ്ടാകുന്ന വെജിറ്റബിളും എല്ലാം വിൽക്കുന്ന ഒരു കൗണ്ടറുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ അവിടെ കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മാങ്ങയും പുളിഞ്ചിക്കയും കപ്പയും ഇഞ്ചിയും പടവലങ്ങയും അങ്ങനത്തെ കുറേ പയർ അങ്ങനത്തെ കുറേ മുട്ട എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. മാംഗോ ഡസ്റ്റിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം പോയിട്ടില്ലാത്തവർക്ക് പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പം ഇത് കണക്കത്തെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.